ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 5 പച്ചമുളക്, 3 വെളുത്തുള്ളി, 3 ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് ഞാൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 5 ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3.25 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ എണ്ണയൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡാക്കി എടുത്തിട്ട് വരാം. ഇനി ഞാനിവിടെ ഗ്യാസിലേക്ക് ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉരുളി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 3 മീഡിയം സൈസ് സവാള അരിഞ്ഞതൂടെ ചേർത്ത് കൊടുക്കാം. വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ 2 സവാള എടുത്താൽ മതിയാകും. ചെറുതാണെന്നുണ്ടെങ്കിൽ 3 തൊട്ട് 4 വരെ എടുക്കാം. ഇനി ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാള ഏതാണ്ട് കളർന്നു മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. ഈ ഒരു സമയം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഒരു കൂട്ട് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കനിൽ നന്നായിട്ട് മസാല പിടിക്കുന്നതിനായിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കൊരു ബിരിയാണി പോട്ട് എടുക്കാം. ബിരിയാണി പോട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പെരുംജീരകം, പട്ട, ഗ്രാമ്പൂ, തക്കോലം തുടങ്ങിയവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള വട്ടത്തിലരിഞ്ഞതും 1 പച്ചമുളക് നെടുവേ കീറിയതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
സവാളയുടെ നിറമൊന്ന് മാറി ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മതിയാകും. ഇപ്പം ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ചു മാറ്റി വെച്ചിട്ടുള്ള മസാലക്കൂട്ട് 1 ടേബിൾ സ്പൂൺ അളവിലൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, കശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി മസാലകളുടെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികൾ കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മസാല ഈ ഒരു പരുവം ആവുമ്പോഴേക്കും നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്കാണ് നമ്മൾ വെള്ളത്തിൻ്റെ അളവെടുക്കേണ്ടത്. ഞാനിവിടെ 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 4 ഗ്ലാസ് അരി എന്ന് പറയുമ്പോൾ ഏകദേശം 1 കിലോ വരും. ഇനി ഇത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. 5 മിനിറ്റ് നേരം കുതിർത്ത് വെച്ചിട്ടുള്ള ഇന്ത്യ ഗേറ്റിൻ്റെ അരി 4 ഗ്ലാസ്സാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലെ വെള്ളമൊക്കെ വറ്റി റൈസ് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ ഗ്രേവിയും ചിക്കനൂടെ ഇതിലോട്ട് നന്നായി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൈസിൻ്റെ പരുവം എന്ന് പറയുന്നത്. ഒരുപാട് വെന്ത് പോയിട്ടൊന്നുമില്ലാത്ത കൃത്യമായിട്ടുള്ള പരുവമാണ്. എനിക്കിവിടെ 20 മിനിറ്റോളം വേണ്ടി വന്നു റൈസ് ഒന്ന് കുക്കായി വരാനായിട്ട്. ഞാൻ ലോ ഫ്ലെയിമിലാണ് റൈസ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മല്ലിയില കൂടി ഇട്ട് ഗാർണിഷ് ചെയ്താൽ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.